IPL മാച്ച് നമ്പർ 68 ഇന്നലെ അവസാനിച്ചപ്പോൾ തുടർച്ചയായ മൂന്നാം വിജയം നേടി ഹൈദരാബാദ് ടൂർണമെന്റ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ ടോസ് ലഭിച്ച് ഹൈദരാബാദ് ബാറ്റിംഗ് തിരഞ്ഞെടുത്തപ്പോൾ അവരുടെ ടിപ്പിക്കൽ സ്റ്റൈൽ ബാറ്റിംഗ് ആയിരുന്നു മത്സരത്തിലുടനീളം കാണാൻ സാധിച്ചത്. ഹെഡ് അഗ്രസീവായി ബാറ്റ് വീശിയപ്പോൾ വിക്കറ്റ് നഷ്ടമില്ലാതെ 79 ആയിരുന്നു പവർ പ്ലേയിൽ അവർ. 7 ഓവറിൽ 92 ആയപ്പോഴായിരുന്നു അഭിഷേകിന്റെ രൂപത്തിൽ ആദ്യ വിക്കറ്റ് നഷ്ടമായത്. എന്നാൽ ഇഷാന് പകരം ക്ലാസിനെ വൺ ഡൗണായി കയറ്റിവിട്ട കമ്മിൻസിന്റെ തീരുമാനം ഫലം കണ്ടപ്പോൾ പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം ഹൈദരാബാദിന് വന്നില്ല. ഓൾമോസ്റ്റ് 14-നടുത്ത് റൺ റേറ്റ് കീപ്പ് ചെയ്ത് ഇരുവരും ബാറ്റ് ചെയ്തു. 13 ഓവറിൽ 175 നിൽക്കവെയാണ് ഹെഡ് പുറത്തായത്. പിന്നീട് ഇഷാനെ കൂട്ടുപിടിച്ച് ക്ലാസൻ ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോയി. ഒടുവിൽ 19-ാം ഓവറിൽ 37 പന്തിൽ ക്ലാസൻ സെഞ്ചുറി തികച്ചു. IPL ഹിസ്റ്ററിയിലെ ജോയിന്റ് തേർഡ് ഫാസ്റ്റസ്റ്റ് സെഞ്ചുറിയായിരുന്നു ഇത്. ഒടുവിൽ 278-ന് 3 എന്ന നിലയിലാണ് SRG ഇന്നിംഗ്സ് അവസാനിപ്പിച്ചത്. ഈ ടോട്ടൽ വന്നതോടെ IPLലെ ഏറ്റവും ഉയർന്ന ആദ്യ 4 ടോട്ടലും ഇപ്പോൾ SRGന്റെ പേരിലാണ്. മെയിനായി ഹൈദരാബാദിന്റെ ഓപ്പണേഴ്സ് അവർക്ക് സ്റ്റാർട്ട് കൊടുക്കാൻ തുടങ്ങിയതാണ് അവരുടെ പെർഫോമൻസിൽ ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റം. ഹൈദരാബാദ് എന്ന ടീമിന്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അവരുടെ ഓപ്പണേഴ്സ് തന്നെയാണ്. കാരണം ഓപ്പണേഴ്സ് ചീപ്പായി പുറത്തായാൽ ഹൈദരാബാദ് ജയിക്കില്ല എന്നൊരു ടെംപ്ലേറ്റ് അവർ തന്നെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ സീസണിലും ഇതുതന്നെയായിരുന്നു അവസ്ഥ. ഓപ്പണേഴ്സ് സ്റ്റാർട്ട് ഇട്ട് കൊടുത്താൽ ഹൈദരാബാദ് കയറും, അല്ലെങ്കിൽ കൺഫേമായും അവർ തോൽക്കും. കൊൽക്കത്തയെ നോക്കിയാൽ അവരുടെ ഓവറോൾ സീസൺ സമ്മപ്പ് ചെയ്യുന്ന ബോളിംഗ് പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ കണ്ടത്. നരേൻ ഒഴികെ ഒരാളെയും അവർക്ക് ഇത്തവണ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അടുത്ത സീസണിലേക്ക് കൊൽക്കത്ത പോകുമ്പോൾ ക്യാപ്റ്റൻസി മുതൽ ഒരുപാട് കാര്യങ്ങൾ കൊൽക്കത്ത റീതിങ്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. മറുപടി ബാറ്റിംഗിലേക്ക് വന്നാൽ കൊൽക്കത്തയുടെ ഈ സീസൺ ബാറ്റിംഗിന്റെ അവസ്ഥ വെച്ച് ചേസ് വരില്ല എന്നത് ഉറപ്പായിരുന്നു. രഹാന എന്ന ഒറ്റ പ്ലെയർ മാത്രമാണ് ഡിപ്പെൻഡബിളായി ഇത്തവണ കളിച്ചിട്ടുള്ളത്. ബാക്കി ആ ലൈനപ്പിലെ ഒരു ബാറ്റർ പോലും കൺസിസ്റ്റന്റായി കളിച്ചിട്ടില്ല. ആ അവസ്ഥ ഇന്നലെയും തുടർന്നപ്പോൾ പവർ പ്ലേയിൽ 59-ന് 2 ആയിരുന്നു KKR. തുടർന്ന് 2 ഓവർ കൊണ്ട് തന്നെ ഡീകോക്ക്, റിങ്കു റസൽ എന്നിവർ പോയതോടെ 8 ഓവറിൽ 70-5 എന്ന നിലയിലേക്ക് കൊൽക്കത്ത വീണു. പിന്നെ വെറും ചടങ്ങ് മാത്രമായിരുന്നു മത്സരം. ഏറ്റവും അവസാനമായ മത്സരത്തിന്റെ സ്കോർ കാർഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഹൈദരാബാദ് 278 നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ 168-ന് കൊൽക്കത്ത പുറത്താവുകയായിരുന്നു.